ഈ വീഡിയോയിൽ കുറച്ച് നിർണായകമായ വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ചൈന പാകിസ്ഥാനിന് J-35 5th ജെൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെലിവറി ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്നും ഇതുവരെ കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യക്ക് ഇതുവരെ 5th ജെന്നിൻ്റെ ഫൈറ്റർ ജെറ്റ് നമുക്കില്ല. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഒരു സ്ക്വാഡ്രൺ, ഒന്നോ രണ്ടോ സ്ക്വാഡ്രൺ ഫൈറ്റർ ജെറ്റ് നമുക്ക് തൽക്കാലം ഉണ്ടാവേണ്ടതിൻ്റെ ഒരു അനിവാര്യതയിലേക്ക് ഇന്ത്യൻ ഡിഫൻസ് നോക്കിക്കാണേണ്ട സാഹചര്യമാണ് ഇപ്പോൾ. കാരണം പാകിസ്ഥാൻ ഇപ്പം 40 5th ജെൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റാണ് അവരിപ്പോൾ സ്വന്തമാക്കാൻ പോകുന്നത്. ചൈനയുടെ സാധനമാണെങ്കിലും ഒരു പരിധി വരെ അവരുടെ കയ്യിൽ 5th ജെൻ്റെ സ്റ്റെൽത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുണ്ട്. ചൈന ഏകദേശം എല്ലാം കോപ്പി അടിച്ച് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം അമേരിക്ക പാകിസ്ഥാന് കൊടുക്കുന്ന സാധനം അവർ വളരെ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പോയിട്ടായിരിക്കും ഈ രീതിയിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിറക്കുന്നത്. അതിനൊത്ത രീതിയിൽ അവർ പേര് വിടും. F-35 ഉണ്ടെങ്കിൽ അവർ J-35 ഇടും. ഇനി എന്തെല്ലാം 35, 45 അമേരിക്ക ഇറക്കുന്നോ അതിനെല്ലാം ബദൽ പേരുകൾ ചൈന അടിച്ചിറക്കിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാനുമായിട്ട് ഈ ബന്ധം, അമേരിക്ക നടത്തുന്ന ഈ ഒരു ബന്ധം പാകിസ്ഥാൻ എത്രമാത്രം റിലയബിലിറ്റി കാണിക്കും എന്നുള്ളതാണ്. അതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ. തീർച്ചയായിട്ടും പാകിസ്ഥാൻ ചോദിച്ചാൽ ചൈന കൊടുക്കും. കാരണം പാകിസ്ഥാനാണല്ലോ ഈ ടെക്നോളജി കടത്തി വിറ്റതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ചൈനയാണ് ഏറ്റവും കൂടുതൽ പൈസ പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ എന്തെങ്കിലും കാര്യം മതി ഇവർ ഈ ടെക്നോളജി എടുത്ത് അങ്ങോട്ട് കൊടുക്കാൻ. അപ്പം ആ രീതിയിൽ തന്നെ തീർച്ചയായിട്ടും ചൈന ഇത് മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തൽക്കാലം ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് 40 J-35 5th ജെൻ ഫൈറ്റർ ജെറ്റ് വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചൈന ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് മാനുഫാക്ചറിങ് ചെയ്ത് ഇതിന്റെ വർക്കൊക്കെ പൂർത്തിയാക്കി പാകിസ്ഥാന് കൊടുക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഇന്ത്യക്ക് ഏതാണ്ട് 2 ട്രില്യണോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് മാർക്കറ്റിലേക്ക് പുഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മെക്കൻസിയാണ് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇന്ത്യയുടെ ആ ഒരു പ്രൊജക്ഷൻസ് അവർ നോക്കിക്കാണുന്നത് പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകളിൽ ഇന്ത്യ ഫണ്ട് പുഷ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മേഖലകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇവിടെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അവർ പറയുന്നത് വെച്ചാൽ 2 ട്രില്യൺ എക്സ്പെക്ടിങ് 2030, അതായത് 2 ട്രില്യന്റെ നെറ്റ് പ്രോഫിറ്റ് 1.4 to 2 ട്രില്യൺ എന്നാണ് പറയുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. ഇതിലും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് മെക്കിൻസി പറഞ്ഞു വെക്കുന്നത്. അപ്പൊ പറയുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ 2 ട്രില്യൺ ആണ്. 2 ട്രില്യന്റെ പ്രോഫിറ്റ് എവിടെ നിന്നൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന പറഞ്ഞാൽ 2023 ഏതാണ്ട് $690 ബില്യൺ വർത്ത് ഇരുന്ന ആ ഒരു പ്രോഫിറ്റ് എല്ലാം തന്നെ 30% ഇൻക്രിമെന്റ് ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 30% ഇൻക്രിമെന്റ് എപ്പോഴാണ്? 2040 30% പ്രതീക്ഷിക്കുന്നത്. 2047 നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു 100 years ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വി ആർ റീച്ചിങ് 100 years. ആ ഒരു ആനിവേഴ്സറിയിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ, ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന പോലെ ഒരു അച്ചീവ്മെന്റിലേക്ക് നമ്മൾ അടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഈ മേഖലകളെയൊക്കെ പുഷ്ടിപ്പെടുത്തേണ്ടത് വളരെ അനിവാര്യമാണ്. ആ മേഖലകൾ ഏതൊക്കെയാണെന്ന് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അതായത് EV കാർസ്, പിന്നെ EV കാറുമായിട്ട് ബന്ധപ്പെട്ട ബാറ്ററി പ്രൊഡക്ഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ സർവീസ്, ഇ-കോമേഴ്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം സയൻസ്, സെമി കണ്ടക്ടർ, മെഡിക്കൽ സപ്ലൈസ്, ബയോഫാർമ, എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് സെക്ടർ, പിന്നെ ബയോമാസ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിലൂടെ കാർബൺ എമിഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കൺസേൺ രേഖപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ കാർബൺ എമിഷൻ രേഖപ്പെടുത്താനുള്ള ശ്രമവും തുടങ്ങുന്നുണ്ട്. അതായത് ലോ കാർബൺ എമിഷൻ പ്രൊഡക്ഷൻ മെത്തേഡ്, അതാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിലുപരിയായിട്ട് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, റീയൂസബിൾ സ്റ്റോറേജ്, റോബോട്ടിക്സ്, ഓട്ടോ കമ്പോണന്റ് മാനുഫാക്ചറിംഗ്, സ്പേസ്, ന്യൂക്ലിയർ ഫിഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം. ഇത്രയും മേഖലകളാണ് കീ ഏരിയാസ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റിന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ ഗവൺമെന്റ്. അപ്പൊ ആ രീതിയിലാണ് അപ്പൊ ഇനിയുള്ള, അതായത് അപ്കമിങ് ഫ്യൂച്ചർ ഗ്രോത്ത് ഇന്ത്യക്കുള്ളിൽ ഈ മേഖലകളിലൊക്കെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതെന്തുകൊണ്ടാണ് ഈ ഒരു മേഖലകൾ ചൂസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഇത് ഗ്ലോബൽ ഡിമാൻഡ് അനുസരിച്ചാണ് ഈ സ്പെസിഫിക് മേഖലകളെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. 2030 $2 ട്രില്യൺ വർത്ത് വരുന്ന ആ ഒരു ഗ്രോത്ത് ഇന്ത്യക്കുള്ളിൽ ഈ ഒരു മേഖലകളിൽ നിന്ന് മാത്രം വരാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. $170 മുതൽ $190 ബില്യൺ വരെ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ 2030 കൂടി $400 മുതൽ $490 ബില്യൺ റേഞ്ചിലായിരിക്കും പെർഫോമൻസ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ന് നിങ്ങൾ 170 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് മേടിച്ചു കഴിഞ്ഞാൽ 2030 അതേ സ്റ്റോക്ക് നിങ്ങൾക്ക് 400 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും. ആ ഒരു വ്യത്യാസം ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. 2030 എന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് ദൂരെ അല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ 2025 ആയി, 2025 ഇപ്പം ഹാഫ് ആയി.
ഇനി ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയിൽ ഒരു 3 to 5 ഇയേഴ്സിന്റെ ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയാൽ തന്നെയും വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഈ മേഖലകളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഈ ഒരു ഷോർട്ട് പീരീഡിൽ റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യക്കുള്ളിൽ. റാപ്പിഡ് ഗ്രോത്ത്. ആ ഒരു വിഷയം അവിടെ നിൽക്കെ അടുത്ത് രാജ്നാഥ് സിംഗ് ചൈനയിൽ എത്തിയിട്ടുണ്ട്. SCO ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ മീറ്റിംഗ് പങ്കെടുക്കാനാണ് രാജ്നാഥ് സിംഗ് ചൈനയിൽ എത്തിയത്. മീറ്റിംഗ് നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് പോയിന്റ്സ് അതിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെട്ടു. തീർച്ചയായിട്ടും ഈ ഒരു ഏഷ്യൻ കൺട്രീസിന്റെ എക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡിസ്കഷൻസ് മൊത്തത്തിൽ നടന്നത്. തീർച്ചയായിട്ടും ഇറാൻ ഇസ്രായേൽ വിഷയം ചർച്ചയ്ക്ക് വന്നു, അപ്പോൾ റഷ്യ ഉക്രൈൻ വിഷയം ചർച്ചയ്ക്ക് വന്നു. പക്ഷെ ആ ഒരു മേഖലയിലൊന്നും ഇന്ത്യ യാതൊരു വിധത്തിലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള കമന്റും പാസ്സാക്കിയില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി PM ഇഷാഖ് ദാർ പറഞ്ഞിരിക്കുന്നത്, അതായത് ഞാന് ഇന്ത്യയെ കരഞ്ഞു വിളിച്ച് കാല് പിടിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത്, അതായത് നൂർഖാൻ ബേസ് അറ്റാക്ക് ചെയ്തതിനു ശേഷം, അത് മാത്രമല്ല അതിനോടൊപ്പം ചേർന്ന് 10 കീ എയർബേസുകൾ, മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എയർബേസുകളും മിലിറ്ററി ബേസുകളൊക്കെ ഇന്ത്യ അറ്റാക്ക് ചെയ്തതിനെ തുടർന്നാണ് ഇനി വിട്ടുകഴിഞ്ഞാൽ കൂടുതൽ ആക്രമണം നടക്കും, പാകിസ്ഥാന്റെ ഉള്ളിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനാണ് വിളിച്ച് സംസാരിച്ചത് എന്ന് പുള്ളിക്കാരൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ട്രംപിന്റെ ആ ഒരു ഡിപ്ലോമസി ഫെയിലിയർ, ഇന്ത്യയുമായിട്ട് എടുത്ത ഒരു നിലപാട്, ഇന്ത്യയെ ട്രേഡ് വെച്ച് വിലപേശി അങ്ങ് പേടിപ്പിച്ച് ഒരു നിലയ്ക്ക് നിർത്തിക്കളയാമെന്നാണ് ട്രംപ് വിചാരിച്ചത്. പക്ഷെ അത് അപ്പാടെ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് തന്നെ പാകിസ്ഥാന്റെ മിനിസ്റ്റർ തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇത് പത്രമാധ്യമങ്ങൾക്ക് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു താൽക്കാലിക വിരാമം ഇട്ടുകൊണ്ട് ഒരു സീസ് ഫയറിന് സമ്മതിച്ചത് എന്നാണ് പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി PM ആയിട്ടുള്ള ഇഷാഖ് ദാർ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ തെളിവ് നമ്മൾ എവിടെയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ട്രംപ് ഇങ്ങനെ വിടുവായിത്തരം പറഞ്ഞ് ഗ്ലോബലി തന്നെ നാണം കിടന്ന ഏർപ്പാടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഫോക്സ് ന്യൂസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പുള്ളി ഇന്ത്യയും പാകിസ്ഥാനെയും കുറിച്ച് സംസാരിച്ചായിരുന്നു. താങ്ക്ഫുൾ ടു ഇന്ത്യ, താങ്ക്ഫുൾ ടു പാകിസ്ഥാൻ, അതേപോലെ ഇന്ത്യയുമായിട്ട് ഞാൻ ട്രേഡ് ഡീൽ റെഡിയാക്കുന്നുണ്ട്, പാകിസ്ഥാനുമായിട്ടും അതേപോലെ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് എന്ത് ട്രേഡ് കിട്ടാനാണ് പുള്ളിക്ക്? മാക്സിമം ചൈന ഇൻഫ്ലുവൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവിടെ പോയിട്ട് എന്ത് ട്രേഡാണ് ട്രംപ് നടത്താൻ പോകുന്നത്? ഒരു രീതിയിലുള്ള ട്രേഡ് നടത്താൻ പോകുന്നില്ല. അവിടെ ഓൾറെഡി തന്നെ ഫണ്ട് ഇല്ല. അമേരിക്കയ്ക്ക് ഏതെങ്കിലും രീതിയിൽ പാകിസ്ഥാൻ ത്രൂ പൈസ വേണമെന്നുണ്ടെങ്കിൽ അമേരിക്ക പിന്നെ വേൾഡ് ബാങ്കിൽ നിന്നും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നൊക്കെ പൈസ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ട് ട്രംപിന് വേണമെങ്കിൽ മേടിച്ച് പോക്കറ്റിലിടാം. അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യൂ, ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാതെ ഒരു രീതിയിലും പാകിസ്ഥാന്റെ അടുത്ത് നിന്ന് നേരെ ചെറിയ ഒരു ട്രേഡ് നടക്കത്തില്ല. വേണമെങ്കിൽ ക്രെഡിറ്റ് നോട്ട് ബേസിൽ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ സാധനങ്ങൾ അങ്ങോട്ട് ഇറക്കി കൊടുക്കാം. കുറച്ച് ഗോതമ്പോ അവക്കാടയോ എന്തെങ്കിലും ചിക്ക് പീസോ എന്തെങ്കിലും ഇറക്കി കൊടുക്കണം, സോയാബീനോ എന്തെങ്കിലും ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലായി. അതും ഈ കാലഘട്ടത്തൊന്നുമില്ല. ഒരു 50-60 വർഷം കഴിഞ്ഞ് വേണമെങ്കിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ പാകിസ്ഥാൻ എന്തെങ്കിലുമൊക്കെ റവന്യൂ ഉണ്ടാക്കാൻ കഴിയുന്നെങ്കിൽ ചിലപ്പോൾ അവർ തിരിച്ചടയ്ക്കും. ഇല്ലെങ്കിൽ അത് കിട്ടാക്കടമായിട്ട് എഴുതി തള്ളേണ്ടി വരും. ഇന്ത്യയുടെ ട്രേഡുമായിട്ട് പാകിസ്ഥാന്റെ ട്രേഡിനെ കമ്പയർ ചെയ്ത് എങ്ങനെയാണ് ട്രംപിന് ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കാൻ കഴിയുന്നുള്ളത് ഞാൻ അതിശയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ഒരു ഗ്ലോബൽ ലീഡർ എന്നുള്ള നിലയിൽ ട്രംപ് കുറച്ചുകൂടെ നിലവാരം പുലർത്തുന്നത് വളരെ നന്നായിരിക്കും. ഇന്ത്യയുടെ ഡിഫൻസ് അലൈസിലുള്ള രാജ്യങ്ങൾ, ഗ്രീസ് ആയിക്കോട്ടെ അതേപോലെ ഇസ്രായേൽ ആയിക്കോട്ടെ, ഒരുപാട് അലൈസ് പാർട്ട്ണർഷിപ്പ് രാജ്യങ്ങളുണ്ടല്ലോ, ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ഉള്ള രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളൊക്കെ ചൈനയുടെ ഒരു മിസൈൽ ഇന്ത്യയുടെ കയ്യിലുണ്ട്, PL-15 എന്ന് പറഞ്ഞ മിസൈൽ. പാകിസ്ഥാൻ ഇന്ത്യക്കകത്ത് വിട്ടപ്പോഴത്തേക്കും അത് ഇന്ത്യയിൽ പൊട്ടാതെ തറയിൽ വീണ് കിടന്ന്, അങ്ങനെ ഇന്ത്യ എടുത്തുകൊണ്ട് അതിനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ഒന്ന് ഡീകോഡ് ചെയ്ത് പഠിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ പല രാജ്യങ്ങളും അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതായത് ചൈന എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എന്താണ് ഇതിന്റെ എഫിഷ്യൻസി എന്നുള്ള രീതിയിലൊക്കെ. ഇന്ത്യ അത് സ്ട്രാറ്റജിക് പോയിന്റിലാണ് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ അത് ആർക്കും തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് വെക്കുന്നതല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അതൊരു ഡിഫൻസ് മേഖലയിലുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജിക് പോയിന്റും കൂടിയാണ്. ഈ ഒരു മിസൈൽ സിസ്റ്റം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള ചൈനയുടെ അടുത്ത് വേണം പോയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. ഇന്ത്യ എടുക്കുന്നത് മനസ്സിലാക്കുന്നെങ്കിൽ അതിൽ പോസിറ്റീവ് സൈഡും ഉണ്ട്, അതിന്റെ നെഗറ്റീവ് സൈഡും ഉണ്ട്. കാരണം ഓരോ രാജ്യങ്ങളും അവരുടെ കേപ്പബിലിറ്റി അഥവാ അവരുടെ കപ്പാസിറ്റി, അവരുടെ സാമ്പത്തിക ശേഷി ഇതൊക്കെ അനുസരിച്ചായിരിക്കും അവരവരുടെ ഡിഫൻസ് പർച്ചേസ് നടത്തുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ഒരു മിസൈൽ എടുത്ത് പബ്ലിക്കലി വെച്ച് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട കുറച്ച് കച്ചവടങ്ങൾ കൂടി മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരുപക്ഷെ നമുക്ക് പോസിറ്റീവായിട്ട് തീരാം, അതേസമയം നമുക്ക് നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അത് ആ മിസൈലിന്റെ കപ്പാസിറ്റിയോ അല്ലെങ്കിൽ ആ മിസൈലിന്റെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കൊണ്ടല്ല, അതിന് ഒരുപാട് വേറെ റീസൺസ് ഉണ്ട്. അതിന് എക്കണോമിക് പരമായിട്ട് സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് റീസൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ അത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇന്ത്യക്ക് മനസ്സിലാവും അതെന്താണ് സാധനം എന്നുള്ളത്. പാകിസ്ഥാനിലെ അസീം മുനീർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റിന്റെ ഇടയിൽ പാകിസ്ഥാനെ വിളിച്ച് ഒരിക്കലും ഇറാൻ മിലിറ്ററി സപ്പോർട്ട് തേടിയിട്ടില്ല. മിലിറ്ററി അസിസ്റ്റൻസ് അവർ തേടാത്തത് കൊണ്ട് തന്നെ
ഞങ്ങൾ അവർക്ക് ഒരു രീതിയിലുള്ള വാഗ്ദാനങ്ങളും നൽകിയിട്ടില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഇത് പറഞ്ഞത് വളരെ വ്യക്തമാണ്. അതായത് ഇറാനും പാകിസ്ഥാനും തമ്മിൽ ആ രീതിയിലുള്ള മിലിറ്ററി സഹകരണങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ട്രംപ് പറയിപ്പിച്ച് പറഞ്ഞതാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് തോന്നത്തേ ഇല്ല ഒട്ടും ട്രംപ് പറയിപ്പിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തായാലും ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇറാനെ തള്ളിപ്പറയുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ അത് ഇൻഡയറക്ട്ലി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അസീം മുനീറിന്റെ സൈഡിൽ നിന്നും ഇറാനെതിരെ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.